കല്യാണം കഴിക്കുന്നതിന് വേണ്ടി തന്നെ 3-4 വർഷം എടുത്തു. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്കൊരു വീടില്ല. ആദ്യം അതിന് വേണ്ട കാര്യങ്ങൾ അവൻ ചെയ്തു. പിന്നെ ഈ പെൺകുട്ടിയോടുള്ള സ്നേഹം കാരണം വീട്ടുകാരെ കൊണ്ടുപോയി അന്വേഷിപ്പിച്ചു. അവർ പറഞ്ഞ സ്വർണം ഇവൻ ലോണെടുത്ത് വാങ്ങിച്ചു കൊടുത്ത് ഗംഭീരമായി കല്യാണം നടത്തി. അപ്പോൾ ആലോചിച്ചോണം, ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ, ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലൊരു കല്യാണം നടന്നാൽ ആ കുടുംബം മുടിയും. ഈ വ്യക്തി കല്യാണം കഴിച്ചു. വളരെ സന്തോഷകരമായിരുന്നു കേട്ടോ ഇവരുടെ ജീവിതമൊക്കെ. അങ്ങനെ ഇരുന്നു. ഇവൻ കുറച്ച് കാലത്തേക്ക് കമ്പനിയുടെ നിർദ്ദേശപ്രകാരം വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ച് ജോലി ചെയ്യേണ്ടി വന്നു. അങ്ങനെ വന്ന സമയത്ത് ഈ വ്യക്തി സ്ഥിരം യാത്ര ചെയ്യുന്ന വണ്ടിയിലെ ചേട്ടനുമായിട്ട് ചെറുതായിട്ട് സൗഹൃദത്തിലായി ഈ പെൺകൊച്ച്. സാധാരണ സൗഹൃദമായിരുന്നു കേട്ടോ. പിന്നെ അത് വളർന്ന് ആ ചേട്ടനാണെങ്കിൽ കുടുംബം തകർന്ന് അദ്ദേഹത്തോട് ഭാര്യ സംസാരിക്കില്ല, വീട്ടുകാർ സംസാരിക്കില്ല, മാനസികമായി തകർന്നിരിക്കുന്ന മനുഷ്യനാണ് എന്നൊക്കെ ഈ പെൺകൊച്ചിനോട് പറഞ്ഞപ്പോൾ ഈ പെൺകൊച്ചിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അങ്ങ് വർക്ക് ചെയ്തു. ആ പുള്ളിയുടെ ഫോൺ നമ്പർ വാങ്ങുന്നു. ചേട്ടന് വിഷമമുള്ളപ്പോൾ എപ്പോഴായിരുന്നാലും എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് സംസാരം തുടങ്ങി. പലയിടത്തെയും കെണികൾ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ലാസ്റ്റ് ഇവർ തമ്മിൽ പിരിയാൻ പറ്റാത്ത പ്രണയത്തിലായി, ഭയങ്കര പ്രണയം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തെന്നോ, ആക്ച്വലി മറ്റവൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ്, കോടതിയിൽ കേസ് നടക്കുകയാണ്, ഡിവോഴ്സ് വരും, അത് കഴിഞ്ഞാൽ ഞാൻ ആകെ തകർന്നു പോകും, ഇല്ലാണ്ടായി പോകും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ പ്രണയത്തിലും ആയല്ലോ. അവളും എന്ത് ചെയ്തെന്നോ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. ഡിവോഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യമുണ്ട്, ഇവർക്ക് ഈ പെങ്കൊച്ചിന് 2 മക്കളും ഉണ്ട്. അത് നല്ല പ്രായമുള്ള മക്കളാണ്. ഇത് കാലം കുറച്ചായി കേട്ടോ ഈ സംഭവം നടന്നിട്ട്. അങ്ങനെ ഇവളും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഡിവോഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയം. അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് ചെല്ലുന്നു. അഡ്വക്കേറ്റുമാർ കലുങ്കുഷമായി വാദിച്ച് പ്രശ്നങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വിധി വരുന്നു. 2 പേരെയും വേർപിരിച്ച് വിടുന്നു. പക്ഷേ പെണ്ണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീധനവും സ്വർണവും എല്ലാം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു വിധി വന്നത്. ഒരു ഗതിയുമില്ലാതെ അവരതിന് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ കുട്ടികളുടെ പേരിൽ തർക്കം വന്ന ഉടനെ ഇവൾ പറഞ്ഞു, വേണ്ട, കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കിക്കോ, ഞാനിനി കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ വെച്ച് കളിക്കുന്നില്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് ഒരു 80% സ്ത്രീകളും ചെയ്യുന്ന പോലെ കൊച്ചുങ്ങളെ എന്ത് ചെയ്തെന്ന് ആ പുള്ളിയെ അങ്ങ് ഏൽപ്പിച്ചു, ഭർത്താവിൻ്റെ വീട്ടുകാരെ അങ്ങ് ഏൽപ്പിച്ചു. ഡിവോഴ്സൊക്കെ കഴിഞ്ഞു. ഈ പയ്യൻ റിക്കവർ ആകാൻ ടൈം എടുത്തു. ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇവൾ അപ്പോഴേ സ്റ്റെപ്പിന് കണ്ടുവച്ചതുകൊണ്ട് ഇവളെന്ത് ചെയ്തത് അങ്ങോട്ട് ചെന്നപ്പോഴാണ് അറിയണത്, മറ്റവനെ സ്വീകരിക്കാനുള്ള മൂഡിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുക. ഈ കൊച്ചുങ്ങളെ കാണാനായിട്ട് ഇവൾ ഇടയ്ക്ക് വരും. 4-5 മഞ്ചും 2 ഉണക്ക പഴംപൊരിയും വാങ്ങി വരും. കൊച്ചുങ്ങളെ ഇടയ്ക്ക് ഫോൺ ചെയ്ത് വിളിക്കും, സംസാരിക്കും. വീട്ടിലെ കാര്യങ്ങളെപ്പറ്റി കൊച്ചുങ്ങളങ്ങ് പറയും. അച്ഛൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു, അച്ഛൻ്റെ ആൾക്കാരിങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവളെന്ത് ചെയ്യുന്നു, കൊച്ചുങ്ങളെ പറഞ്ഞ് പിരികേറ്റും. അങ്ങനെ കുട്ടികൾ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി.